ഹായ് ഫ്രണ്ട്സ്, സെയിൽസ് ട്രെയിനിങ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടി പി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് ടിപ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരിക്കലും ഇനി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ അടുത്തേക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, നിങ്ങൾ ബാക്കിലുള്ള നിങ്ങളുടെ ഫ്രണ്ടിലുള്ള കസ്റ്റമർ എന്ന് പറയുന്നത് അദ്ദേഹം പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ പല സാധനങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തിയാണ്. ബൈ ബിഹേവിയർ അവർക്കറിയാം ഈ ഡിസ്കൗണ്ടഡ് സെയിൽസിൻ്റെ പ്രത്യേകത. ഒരു കസ്റ്റമർ മാർജിൻ കൂട്ടിയിട്ടിട്ട് ഫൈനലി ഡിസ്കൗണ്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് അത് മാർജിൻ ക്ലോസ് ചെയ്യുന്ന 100% എല്ലാ ആൾക്കാർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കസ്റ്റമർ എടുത്ത് എന്തെങ്കിലും വിൽക്കാൻ പോകുന്ന സമയത്ത് സാർ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ വരുന്ന ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വളരെ ഹൈ ആയിട്ട് വെച്ചിട്ടുള്ളത്, പക്ഷേ നിങ്ങൾ എന്തായിട്ടും ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി യു വിൽ കം ഓവർ പ്രൈസ്. അപ്പം ആക്ച്വലി കസ്റ്റമർ അത് എക്സ്പെക്ട് ചെയ്യും. കസ്റ്റമർ അത് കൂടുതൽ എക്സ്പെക്ട് ചെയ്യും. കൂടുതൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡിസ്കൗണ്ടിനെക്കാട്ടിയും കുറവ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി കസ്റ്റമർ വളരെ നല്ലതാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു മെത്തഡാണ് ഡിസ്കൗണ്ട് എന്നുള്ള വാക്കുകൾ നിങ്ങൾ ഇനി ഉപയോഗിക്കാൻ പാടില്ല. ഡിസ്കൗണ്ട് എന്ന വാക്കുകൾ നിങ്ങൾ ഇനി ഉപയോഗിക്കാൻ പാടില്ല. പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വാക്കാണ് ബെനിഫിറ്റ്. എന്താണ് ബെനിഫിറ്റ്? നിങ്ങൾ ഈ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം, ഡിസ്കൗണ്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നേട്ടങ്ങൾ എന്ന് പറയാം. അത് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു വാല്യൂ കിട്ടുന്നു. അതിന് പുറമേ ഒരു എക്സ്ട്രാ ബെനിഫിറ്റായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് കിട്ടും? നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് കിട്ടുന്ന സമയത്ത് സർ ആക്ച്വലി ഈ ബെനിഫിറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. അതായത് സർ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ വാങ്ങുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 20,000 rupees ലെസ്. അപ്പോൾ ഈ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഏൺ ചെയ്യുന്നതാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നോ അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും കൊടുക്കുന്നതല്ല. നമ്മളൊരു കണ്ടീഷൻ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ സെയിൽസ്മാൻ പറയുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു ബെനിഫിറ്റാണത്. അപ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർക്ക് ഈ ഡിസ്കൗണ്ട് എന്നുള്ള സംഭവങ്ങൾ നമ്മൾ ശരിക്കും ഡിസ്കൗണ്ട് കൊടുക്കാൻ വിചാരിച്ചായിരിക്കും, പക്ഷേ പറയുന്ന സമയത്ത് അങ്ങനെ പറയുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പാക്റ്റാണ്. ആ ബെനിഫിറ്റ് എപ്പോഴും നിങ്ങൾ കണ്ടീഷണലായിട്ട് വെക്കണം. ഈ കണ്ടീഷൻ എന്തിൻ്റെ കൂടെ ചെയ്യാം? ടൈം ലൈനായിട്ട് നിങ്ങൾ കണ്ടീഷൻ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സ്, എത്ര പ്രൊഡക്റ്റ് ആണ് സാർ, ഇത് ഒരു 15 പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇതാണ്. എനിക്ക് ഈ റേറ്റ് അല്ല, ഇതിനെക്കാട്ടിയും ഒരു 150 രൂപ 200 രൂപ കുറഞ്ഞ് എനിക്ക് തരാൻ പറ്റും. ദാറ്റ് ഈസ് എ ബെനിഫിറ്റ് ഫോർ യു. അപ്പോൾ ഡിസ്കൗണ്ട് എന്നുള്ള വാക്ക് നിങ്ങൾ മാറ്റി ഡിസ്കൗണ്ടിൻ്റെ വാക്കിന് പകരം നിങ്ങൾ ഇനി മുതൽ യൂസ് ചെയ്യേണ്ട വാക്കാണ് ബെനിഫിറ്റ്. ഡിസ്കൗണ്ട് നിങ്ങൾക്കറിയാം, എന്തായിട്ടും നിങ്ങൾ ഡിസ്കൗണ്ട് പറയുന്ന സമയത്ത് കസ്റ്റമർ ആക്ച്വലി തിങ്ക് ചെയ്യുന്നത് തന്നെ ഇത് തന്നെയാണ്. ഇയാൾ നമ്മളെ പറ്റിക്കുന്ന പരിപാടിയാണ്, കൂട്ടിയിട്ട് വെക്കുന്നതാണ്. നമുക്ക് ഒരു കടയിൽ പോയിട്ട് നമുക്കറിയാം ലൈക്ക് 999 സ്ഥാനത്ത് നമ്മൾ നോക്കുന്നത് മനസ്സിലാവും. 999 അല്ല ഇതിന് മൂല്യം, ഇതിന് 500 ഉള്ളൂ. എന്നിട്ട് അവർ പറയും 50% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം നമുക്കറിയാം 450 രൂപയാണ് വരുന്നത്. ടെക്നിക്കലി ലൈക്ക് ഒരു 50 രൂപയുടെ മാർജിനാണ് അയാൾ കളിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുക. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് പ്രൈസ് കൊടുക്കുക. അതിനുശേഷം എക്സ്ട്രാ ബെനിഫിറ്റ്സ് അവരോട് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് ടിപ്പാണ് ഇത്. നിങ്ങൾ മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സെയിൽസിൻ്റെ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.